കള്ളസാക്ഷ്യം എന്ന് പറയുന്നത് അവിഹിതമായ ഒരു വിഷയത്തിനും സാക്ഷി നിൽക്കാൻ പോകരുത്. എത്ര കിട്ടും ലാഭം എന്ന് എങ്ങനെ കണ്ടാലും ശരി, നമ്മൾ പോകാനോ ഒപ്പിടാനോ തുനിയാൻ പാടില്ല. എത്ര ആളുകളായി ഇപ്പൊ കുടുങ്ങിയത് നോക്ക് നിങ്ങള്. നടന്നൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളല്ലേ കുടുങ്ങിയത്. എത്ര ആളുകളെയാണ് സാക്ഷി വിസ്തരിച്ചത്? ഇനി എത്ര ആളുകളെയാ വിസ്തരിക്കാനുള്ളത്? കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മൊത്തം പിടികൂടിയത് 1.5 ലക്ഷം ആളുകളെയല്ലേ. ആ ബിസിനസ്സിൽ കുടുങ്ങിയിട്ട് ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിട്ട് കൊടുത്തിട്ട് കാര്യലാഭത്തിന് വേണ്ടി നിന്ന ആളുകൾ. നഊദുബില്ലാഹ്, അങ്ങനെ മനുഷ്യനെ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ഇടപാടുകൾ പലതും രംഗപ്രവേശനം ചെയ്തു വരും. ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് നീങ്ങണം, അല്ലെങ്കിൽ കാര്യം വഷളായി പോകും.